നമസ്കാരം. ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ മോഡ്യൂൾ 3 ലാസ്റ്റ് ചാപ്റ്ററായ മോസ്ഫെറ്റ് എന്താണ് നോക്കാൻ പോകുന്നത്. എന്താണ് മോസ്ഫെറ്റ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെറ്റൽ ആസിഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മെറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗേറ്റ് ടെർമിനൽ മെറ്റീരിയൽ, അതിനെ നമ്മൾ മെറ്റലായിരുന്നു കണക്റ്റ് ആക്കിയിരിക്കുന്നത്. ആസിഡ് മീൻസ് തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഇത് ആക്ട് as a insulator. Acid act as a insulator. Semiconductor substrate material usually നമ്മൾ സിലിക്കൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇവിടെ നമ്മുടെ 4 ടൈപ്പ് ടെർമിനൽ ഡിവൈസ് പറയുന്നുണ്ട്: സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് ബോഡി. ഇപ്പം ടെർമിനലിൽ നമ്മൾ ആൾറെഡി ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ പറയുന്ന അതേ ഇതിൽ തന്നെ ഒരു ടെർമിനൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബോഡി ടെർമിനൽ. For 3 terminal devices such as field effect transistor, MOSFET is generally considered as ആയിട്ട് ട്രാൻസിസ്റ്റർ ആൻഡ് എംപ്ലോയ്ഡ് ബോത്ത് അനലോഗിലും യൂസ് ചെയ്യും, ഡിജിറ്റലിലും യൂസ് ചെയ്യും. ഇപ്പം ഇത് എവിടെയാണ് അനലോഗിൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ സോഴ്സും ഡ്രെയിനും വന്ന് എൻ റീജിയനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ റീജിയൻ ലെഫ്റ്റ് സൈഡിൽ സോഴ്സും റൈറ്റ് സൈഡിൽ ഡ്രെയിൻ റീജിയനും. Next, gate വന്നിട്ട് connected to the metal, as it is the insulator layer and depletion layer. അപ്പോൾ എന്താണ് സോഴ്സ്? സോഴ്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ electrons from N MOSFET, holes from P MOSFET enter the channel. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണക്ട് ചെയ്തു. നെക്സ്റ്റ്, ഡ്രെയിൻ എന്ന് പറയുന്നത് leaves the channel, where carrier leaves the channel, regions where carrier leaves the channel. Next, gate എന്ന് പറയുന്നത് മെറ്റൽ പ്ലേറ്റ് സെപ്പറേറ്റഡ് ഫ്രം സെമി കണ്ടക്ടർ ബൈ തിൻ ഇൻസുലേറ്റിംഗ് ആസിഡ് ലെയർ കൺട്രോൾ ദി ചാനൽ അപ്ലൈയിങ് വോൾട്ടേജ്. എന്താ? ചാനൽ കൺട്രോൾ ചെയ്യും ഇപ്പം വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ്, എന്താണ് ആസിഡ് ലെയർ? ആസിഡ് ലെയർ ആൾറെഡി ഞാൻ പറഞ്ഞു. ആസിഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്റർ, ആക്ട് ആസ് ഇൻസുലേറ്റർ പ്രിവെൻറ്റിംഗ് direct current between gate and substrate. Preventing direct current between എവിടെയൊക്കെ? ഗേറ്റിനും സബ്ട്രാക്റ്റും. Only electric field from gate voltage influencing the channel. എന്താണ് ചാനൽ റീജിയൻ? ലൈസ് between source and drain under the acid. Lies between source and drain under the acid. Its conductivity is controlled by gate voltage VGS. In N-channel MOSFET, electrons from the channel. In N-channel ആണെങ്കിൽ electrons, P-channel ആണെങ്കിൽ holes. Next, body or subtract. Bulk material. Usually ഇവിടെ നമ്മൾ P-type material ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ P-type for N-channel MOSFET provide foundation of the device, often connected to the lowest potential. Example നമ്മൾ ഗ്രൗണ്ട് അതൊക്കെ പറയാമല്ലോ, അതാണ് lowest potential. എന്താണ് ഡിപ്ലീഷൻ ലെയർ? ഡിപ്ലീഷൻ ലെയർ മീൻസ് റിവേഴ്സ് ബയാസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ സോഴ്സ് അല്ലെങ്കിൽ ഡ്രെയിൻ ആൻഡ് ബോഡി ഡിപ്ലീഷൻ റീജിയൻസ് ഫ്രം അറൗണ്ട് PN ജംഗ്ഷൻ. എന്താ? വെൻ റിവേഴ്സ് ബയാസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ സോഴ്സ് and body or drain and body depletion regions from around PN junction. This region control the flow of carrier until gate voltage inverts the surface. Next, നമുക്കിപ്പോൾ ഇത് പിക്ചറിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് എന്താ? അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ ഇവിടെ തന്നിട്ടുള്ള, റീഡ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ റീഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാവും. ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവിടെ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് മോസ്ഫെറ്റ് പി ചാനൽ, മറ്റൊന്ന് എൻ ചാനൽ മോസ്ഫെറ്റ്. പി ചാനൽ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് പി ചാനൽ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽ. 4 ടെർമിനൽ ഡിവൈസസ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്: ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് ആൻഡ് ബോഡി. ഇവിടെ ഡ്രെയിനും സോഴ്സും ഹെവിലി ഡോപ്ഡ് region and the body are subtracted for N type. Okay, from heavily dropped in drain and source and body are subtracted for N type. The flow of current is the adduction of positively charged holes. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കാണിച്ചത്.
എന്താണ് പി ടൈപ്പ് റീജിയൻ ആൻഡ് എൻ ടൈപ്പ് സബ്ട്രാക്ട് ഡിഫ്യൂസ്ഡ് ചാനൽ സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ ആൻഡ് പി ചാനൽ മോസ്ഫെറ്റ്. സെയിം എൻ ചാനൽ മോസ്ഫെറ്റ്. എൻ ചാനൽ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ ഡിഫ്യൂസ്ഡ് ചാനൽ. അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ചാനൽ, ഒരു എൻ ചാനലോ പി ചാനലോ എക്സ്പ്ലനേഷൻ തരാണെങ്കിൽ രണ്ടും എഴുതാം. അപ്പം നമുക്ക് എന്താണ് ആദ്യം എൻ ചാനൽ മോസ്ഫെറ്റ് എന്ന് വെച്ചോ. ഫസ്റ്റ് ഇവിടെ നോ ഗേറ്റ് വോൾട്ടേജ് മീൻസ് വി ജി ഈക്വൽ ടു സീറോ കണ്ടീഷൻ. വി ജി എസ് സീറോ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ എന്താ പറയുന്നത്, മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനാണ്. ഓഫ് കണ്ടീഷൻ വെൻ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് അങ്ങനെയെന്ന് വെച്ചാൽ വി ജി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്, ഇലക്ട്രിക് ഫീൽഡ് അട്രാക്ട് ഇലക്ട്രോൺസ് ടുവേർഡ് ദ ആസിഡ് ഇന്റർഫേസ് a thin inversion layer. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രം ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ. അങ്ങനെയാണെങ്കിൽ നൗ കറണ്ട് ഫ്ലോ ഫ്രം എവിടെ നിന്ന് എവിടെ, ഡ്രെയിൻ ടു സോഴ്സ് വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. ആ കണ്ടീഷനാണ് എന്ത് പറയുന്നത്, മോസ്ഫെറ്റ് ഓൺ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ മോസ്ഫെറ്റ് ഓൺ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വോൾട്ടേജ് പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് തിൻ ലെയർ, ആ ആസിഡ് ലെയർ വഴി കറണ്ട് പാസ്സാവും. ആ കറണ്ട് പാസ്സാവുന്ന എന്ന് പറയുന്നത് എപ്പോഴാണ്, വോൾട്ടേജ് ഗേറ്റ് സോഴ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇത് എൻ ചാനൽ. സെയിം നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചാനൽ എന്താ തിരിച്ചു വരും. ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യം മോസ്ഫെറ്റിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എൻഹാൻസ്മെൻറ്റ് മോഡ്, മറ്റൊന്ന് ഡിപ്ലീഷൻ മോഡ്. എന്താണ് എൻഹാൻസ്മെൻറ്റ് മോഡ്, എന്താണ് ഡിപ്ലീഷൻ മോഡ്? ഇത് രണ്ടും നമുക്ക് ഒരേ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ എൻഹാൻസ്മെൻറ്റ് മോഡാണെങ്കിൽ, എൻഹാൻസ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചാനൽ വർക്ക് ആവുന്നില്ല, നോ ചാനൽ എക്സിറ്റ് ഇനിഷ്യലി, അവിടുത്തെ സീറോ കറണ്ട് ആയിരിക്കും. പക്ഷേ നമ്മൾ വി ജി എസ് സീറോ എന്നിരിക്കുകയാണെങ്കിൽ, വെച്ചാൽ ഗേറ്റ് വോൾട്ടേജ് സീറോ ആണെങ്കിൽ അവിടെ പ്രസൻ്റ് ആയിട്ട് ഡ്രെയിനിലും സോഴ്സിലും കറണ്ട് ഫ്ലോ ആവുന്നില്ല. സോ നമുക്ക് ടു ടേൺ ഓൺ, എപ്പോഴാണ് ടേൺ ഓൺ ആവുന്നത്, ഗേറ്റ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കുമ്പോൾ, വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച്, ദ ടേൺ ഓൺ ഉണ്ടാവും. അപ്പം നമുക്ക് റൺ ആവാനായിട്ട് തുടങ്ങും. ഡ്രെയിൻ സോഴ്സിൽ നിന്ന് കറണ്ട് എന്താ റൺ ആവും. എന്നു വെച്ചാൽ നമുക്കിപ്പം മോസ്റ്റായിട്ട് ഇത് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ സി മോസിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എൻ ചാനൽ മോസ്ഫെറ്റ് എൻഹാൻസ്മെൻ്റ് ആണ്. പോസിറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് മീൻസ് ടേൺ ഓൺ. നെക്സ്റ്റ് ഡിപ്ലീഷൻ മോഡ്. ഇപ്പോൾ ഡി മോസ്ഫെറ്റ് എന്ന് പറയും. ഡിപ്ലീഷൻ മോഡ് എന്ന് പറയും വെൻ വി ജി ഈസ് സീറോ കണ്ടക്റ്റിംഗ് ചാനൽ നാച്ചുറലി എക്സിസ്റ്റ് കറണ്ട് ഫ്ലോ. നമുക്ക് ഡിപ്ലീഷൻ മോഡ് നാച്ചുറലായിട്ട് കുറച്ച് കറണ്ട് ഫ്ലോ ആയിട്ടിരിക്കും. അപ്ലൈ നെഗറ്റീവ് വോൾട്ടേജ് റെഡ്യൂസ് ദ ചാനൽ വിത്ത്. നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, വോൾട്ടേജിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ചാനൽ നമ്മൾക്ക് പോകുന്നതിൻ്റെ വിത്ത് വന്നിട്ട് കമ്മിയാവും. ക്യാൻ പിഞ്ച് ഓഫ് വോൾട്ടേജ്, ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. പിഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്ലൈയിങ് പോസിറ്റീവ് വോൾട്ടേജ് എൻഹാൻസ്മെൻറ്റ്. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്ലീഷൻ മോഡ് എൻഹാൻസ്മെൻറ്റ് മോഡ് പോലെ അല്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ഓൺ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. നമുക്ക് സ്റ്റാർട്ടിങ് ഡിപ്ലീഷൻ മോഡ് ഓൺ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. വൺസ് നമ്മൾ ആ വോൾട്ടേജ് നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വിത്ത് റെഡ്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ആവുന്നത് കമ്മിയായിരിക്കും. പോസിറ്റീവിൽ നമുക്ക് ഗേറ്റ് വോൾട്ടേജ് പോസിറ്റീവിലോട്ട് നമ്മൾ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് വന്നിട്ട് ഒരുപാട് കറണ്ട് ഫ്ലോ ആയാൽ, അതാണ് മോർ കറണ്ട് ടു ഫ്ലോ. ഓക്കെ, ഇതിനെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡിപ്ലീഷൻ മോഡ്. അപ്പം അത് നമുക്ക് അനലോഗ് സർക്യൂട്ടിലായിരിക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡിപ്ലീഷൻ മോഡ്. മാക്സിമം ഡിജിറ്റൽ മോഡ് എവിടെ ഉപയോഗിക്കും, ഡിജിറ്റൽ മോഡ് ഉപയോഗിക്കുന്നത് എൻഹാൻസ്മെൻറ്റ് മോഡിലും, അനലോഗ് മോഡ് ഉപയോഗിക്കുന്നത് ഇവിടെ ഡിപ്ലീഷൻ മോഡിലും. പിന്നെ റയറായിട്ട് നമ്മൾ ഡിപ്ലീഷൻ മോഡ് ഉപയോഗിക്കുന്നുള്ളൂ. വെരി വൈഡ്ലി യൂസ്ഡ് മാക്സിമം നമുക്ക് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ചാനൽ വന്നിട്ട് വി ജി സീറോ കണ്ടീഷൻ ഓഫിലിരിക്കും, ഡിപ്ലീഷൻ മോഡ് ഒന്ന് ഓണിലിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഗേറ്റ് കൺട്രോൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത്, മറ്റേത് നെഗറ്റീവ് വോൾട്ടേജ് ചാനൽ റെഡ്യൂസ് ആയിരിക്കും. പോസിറ്റീവ് ചാനൽ കൊടുക്കുന്ന സമയത്ത് മോർ കറണ്ട് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, ഇതാണ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡിപ്ലീഷൻ മോഡ് എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് നമുക്കിവിടെ
നാല് റീജിയൻസ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് റീജിയൻസ്. കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഗ്രാഫ് കൊടുക്കുമ്പോൾ വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ആദ്യം നമുക്ക് റീജിയൻസിൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഗേറ്റ് വോൾട്ടേജ് ഒന്നും നോ കറണ്ട്, നോ ഗേറ്റ് എന്ന് വെച്ചാൽ 0 എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ. അപ്പോൾ നമുക്കവിടെ കറണ്ട് ഫ്ലോ ആവുന്നത് 0 കറണ്ട് മീൻസ് അവിടെ ഓഫ് കണ്ടീഷൻ ആണ് ഡിവൈസ്. ആ സമയത്താണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. Here the device function as a basic switch and so employed as necessary operate the electrical switch. Next, saturation region എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പിക്ചറിൽ നമുക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇതായിരിക്കുന്നുണ്ട്. ഇതാണ് സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ഒമിക് റീജിയൻ. സോ VGS ഈക്വൽ ടു നമുക്ക് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, നമുക്ക് റൺ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒമിക് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ നെക്സ്റ്റ് ഇതിൽ കാണിച്ചു തരാം. അപ്പം VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഹാൻസ്മെൻറ്റ് മോഡ്. അപ്പോൾ ഇത് നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് എക്സ്പ്ലനേഷനായിട്ട് ഡയറക്റ്റ് ഇവിടെ തന്നെ പറഞ്ഞു തരാം. ജസ്റ്റ് എന്താണെന്നൊന്ന് നിങ്ങൾ എന്ത് ചെയ്തോളൂ, അതിനെ റീഡ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അതിന് മുന്നേ ഇവിടെ ഈ പിക്ചർ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ഓഫ് റീജിയൻ പറഞ്ഞു. കട്ട് ഓഫ് റീജിയൻ എവിടെ ഇരിക്കുന്നത്? നമുക്ക് അവിടെ കറണ്ട് ഫ്ലോ ആവുന്നില്ല. സെയിം ദിസ് ഈസ് ദ ഒമിക് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ. ദിസ് ഈസ് ദ സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എടുക്കുമ്പോൾ നമുക്ക് പിഞ്ച് ഓഫ് വോൾട്ടേജ് VP എന്ന് പറയാം, അല്ലെങ്കിൽ VPO എന്ന് പറയാം അല്ലേ? VPO. അപ്പോൾ VDS ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ VP എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ പിഞ്ച് ഓഫ് വോൾട്ടേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗേറ്റ് സോഴ്സ് മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ ഗേറ്റ് സോഴ്സ് മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ് രണ്ടിനെ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു ചാനൽ പിഞ്ചിൽ നിയർ ദ ഡ്രെയിൻ കറണ്ട് സ്റ്റിൽ ഫ്ലോ ഡ്യൂ ടു ഡ്രിഫ്റ്റ് റിമെയിൻ ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഇങ്ങനെ പറയാം അല്ലേ? VP ഈക്വൽ ടു നമുക്ക് VP ഒരു ഗേറ്റ് സോഴ്സും വോൾട്ടേജും ത്രെഷോൾഡ് വോൾട്ടേജും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആൾറെഡി പറഞ്ഞ ഒരു ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെൻറ്റ് മോഡും എന്താണ്? ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓഫ് കണ്ടീഷനിലും നമുക്ക് എന്താവും? കറണ്ട് ചെറുതായിട്ട് റൺ ആവും. വൺസ് നമ്മൾ ഇൻക്രീസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് ഓവർഫ്ലോ. സെയിം നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഓഫ് കണ്ടീഷനിൽ നമുക്ക് വർക്ക് ആവില്ല. ഓൺ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അവിടെ എന്താവുള്ളൂ? കറണ്ട് ഫ്ലോ ആവാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ നമുക്ക് പിക്ചറാണിത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി എഫക്റ്റ്. VS നമ്മൾ ഇവിടെ വന്നിട്ട് സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ വോൾട്ടേജും 0 ആയിട്ട് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് VG വന്നിട്ട് ലെസ് ദാൻ VTH. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വെച്ചാൽ ഗേറ്റ് വോൾട്ടേജ് വന്നിട്ട് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാളും കമ്മിയായിരിക്കും, ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. സോ ദാറ്റ് ഡിപ്ലീഷൻ റീജിയൻ ഫോംഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ അണ്ടർ ദ ഗേറ്റ് ബട്ട് ഇൻവേർഷൻ ചാനൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ നമുക്ക് ഒരുപാട് ഡിപ്ലീഷൻ റീജിയൻ ഫോം ആവും. ഇപ്പോൾ നമുക്കിവിടെ കണ്ടോ ഹോൾസ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടീഷൻ പ്രകാരം ഇപ്പോൾ ഒരുപാട് ഹോൾസ് വന്നിട്ട് ഉള്ളിൽ നമുക്ക് വന്നു. അപ്പം VGS 0യും VD 0 മീൻസ് ബോഡി VB ലെസ് ദാൻ 0, VGS ലെസ് ദാൻ VTH. ഇതാണ് കണ്ടീഷൻ. എന്നുവെച്ചാൽ VB ബിക്കം മോർ നെഗറ്റീവ്, more holes are attracted to the ഇതായിരിക്കുന്നുണ്ട് substrate connecting leaving the larger negative charged ions behind and depletion region began weaker as shown. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്തായിരിക്കും? അവിടെ സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ വോൾട്ടേജും 0 ആയിരിക്കും, ഗേറ്റ് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ബോഡി വോൾട്ടേജ് ഇസ് ലെസ് ദാൻ 0. We know that threshold voltage is a function of total charge in depletion region. Thus body voltage VB drop, then depletion voltage എന്താവും? increase ആവും, which increase threshold voltage. This effect is called body effect or black cat effect. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആൾറെഡി അവിടെ മോസ്ഫെറ്റിൽ ഒരു കണക്റ്റഡ് കൊടുക്കും. ഓക്കെ, ആ പിക്ചറിൽ നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു?
ബാറ്ററി ലോഡ് കണക്ട് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്താവും വി ജി 0 ആണെങ്കിൽ വി ജി 0 മീൻസ് ആ സമയം നമുക്ക് എന്താവില്ല അവിടെ വർക്കാവില്ല മോസ്ഫെറ്റ് 0 കണ്ടീഷൻസ്. വൺസ് നമ്മൾ വന്നിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്നതപ്പം വി ജി എസ് എന്താണ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വി ജി എസ് ലെസ് ദാൻ 0 ആയിരിക്കുകയാണെങ്കിൽ അവിടെ എന്താ പി സബ്ട്രാക്ട് ഗ്യാദർ നിയർ ദി സർഫേസ് നോ ഡിപ്ലീഷൻ. 0 ലെസ് ദാൻ വി ജി എസ് ലെസ് ദാൻ വി ടി എച്ച് ആണെങ്കിൽ ഡിപ്ലീഷൻ ലെയർ വന്നിട്ട് വൈഡ് ആയിരിക്കും ബട്ട് നോ കണക്ഷൻസ് ഫോംഡ്. വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണെങ്കിൽ കണ്ടക്ടിങ് ചാനൽ ഇലക്ട്രോൺസ് ഫ്രോം എബോവ് ദി ഡിപ്ലീഷൻ ലെയർ മോസ്ഫെറ്റ് ടേൺ ഓൺ ആവും. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് ആണ് നമുക്ക് ഓർമ്മ വെച്ചിരിക്കേണ്ടത്. നമുക്ക് വി ജി എസ് വൺസ് സ്റ്റാർട്ടിങ് ടൈം 0 ആവും. പിന്നെ നമ്മൾ ആദ്യം ഇൻക്രീസിങ് മെത്തേഡ് മീൻസ് പോസിറ്റീവിലാണെങ്കിൽ നമുക്ക് കറണ്ട് എന്താവും ഡ്രെയിൻ കറണ്ട് ഫ്ലോ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമുക്ക് ഈ ഡിപ്ലീഷൻ മോഡ് മീൻസ് നെഗറ്റീവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് കറണ്ട് കുറച്ച് പോകും. പിന്നെ 0 ആയ ശേഷം പോസിറ്റീവിൽ പോകുമ്പോൾ ഹൈ കറണ്ട് ഒരുപാട് കറണ്ട് എന്താവും ഫ്ലോ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതാണ് മെയിൻ കോൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പറയുന്നത് ബോഡി എഫക്റ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഹോൾസ് ഒക്കെ നമുക്ക് ഒരുപാട് ഹോൾസ് അതാണ് നെഗറ്റീവ് മോർ ഹോൾസ് അട്രാക്റ്റഡ് ടു ദ സബ്ട്രാക്ട് കണക്ടിങ് ചാർജ് നെഗറ്റീവ് ചാർജ്ഡ് ബിഗൻ ദ ഡിപ്ലീഷൻ റീജിയൻ ബിക്കം വൈഡർ. അപ്പം നമുക്ക് ഇതിന് കുറച്ച് ഡെറിവേഷൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഡെറിവേഷൻസ് ഓഫ് ഡ്രെയിൻ കറണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇതായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. രണ്ട് റീജിയൻ ആയിട്ട് പറഞ്ഞു. ഒന്ന് ഒമിക് റീജിയൻ അതിന് തന്നെ ലീനിയർ റീജിയൻ, മറ്റൊന്ന് സാച്ചുറേഷൻ റീജിയൻ അതിനെ തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഐ ഡി ഈക്വൽ ടു മ്യൂ സി ഒ എക്സ് ഡബ്ല്യു ബൈ 2L വി ജി എസ് മൈനസ് വി ടി എച്ച്. ഫസ്റ്റും സെക്കൻഡ് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ലീനിയർ റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ആദ്യം നമ്മൾ ഡയഗ്രാം ഈ എൻ ചാനൽ സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് ഡ്രെയിൻ സോഴ്സ് ഡീകണക്റ്റഡ് ഈ പിക്ചറാണ് അവിടെയും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സിന് 0 എക്സ് ഈക്വൽ ടു എൽ ഡി എക്സ് ഡിഫറൻസ് എടുത്ത് പി സബ്ട്രാക്ട് ആൻഡ് ബോഡി ബി. ഇതുവരെ നമ്മൾ എൻ ചാനൽ മോസ്ഫെറ്റിന് ഇവിടെ നമ്മൾ 5 പോയിന്റ് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് current flow through the channel is one dimensional, no current flow between source and drain. Source and gate between no current flow between source and gate. Second condition എന്താണെന്ന് വെച്ചാൽ electron mobility in the channel is constant. Electron mobility in the channel is constant. Source and subtractor are grounded. Ground load connected in depletion layer charge density remain constant from source to drain. Next, potential gradient from drain to source is much smaller than that of gate to channel. Therefore, electron density in the channel is decided by gate to potential. This approximation are gradual channel approximations. ഈ 5 പോയിന്റ് നമ്മളൊരു അസംഷൻ പോയിന്റ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. മീൻസ് അസ്യൂം ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും കണ്ടീഷൻ ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത് എക്സ്പ്രഷൻ ഓഫ് ഡ്രെയിൻ കറണ്ട് ഐ is derived by the expression of electron density in the channel as a function of distance from source x as a part of voltage applied between gate and source flattens the band and the remaining voltage drop across the acid and semiconductor. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗേറ്റ് വോൾട്ടേജ് വി ജി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വരും ആസ് വി പ്ലസ് പൈ എസ് പ്ലസ് വി എഫ് ബി ഗീവ്സ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മളതെടുത്തു. ഇക്വേഷൻ എങ്ങനെ ഒരു ഗേറ്റ് വോൾട്ടേജ് നമുക്ക് എന്താ ആസിഡ് ലെയർ സെമി കണ്ടക്ടർ എഫ് ബി. ഓക്കെ, we acid voltage V of acid equal to minus QS by C of S. ഇത് ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡെറിവേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സെയിം പ്രോസസ് തന്നെ ഇവിടെയും. Phi of S is the voltage at the surface of semiconductor. ഇപ്പോൾ VFB equal to pi ms metal acid. അങ്ങനെയാണെങ്കിൽ എന്ത് വരും മൈനസ് QoS by CoS charge acid by capacitor acid. So at strong inversions ഇതെവിടെ നമ്മൾ പഠിച്ചു ലാസ്റ്റ് ക്ലാസ് ഡെറിവേഷനിൽ പഠിച്ചു സ്ട്രോങ് ഇൻവേർഷൻസ് ഫോർമുല pi s equal to 2 pi f plus v of x. V of x means
potential drop in the channel at a distance x from the source. സോ കുറച്ച് ആയിട്ട് ഈ ഡെറിവേഷൻ പഠിച്ചോളൂ. ആദ്യം നമ്മൾ ഇക്വേഷൻ 1 എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നു? വി ജി ഈക്വൽ ടു മൈനസ് ക്യു എസ് ബൈ സി ഓഫ് എസ് പ്ലസ് 2πf പ്ലസ് വി എഫ് പ്ലസ് വി ഓഫ് എസ്. ഇക്വേഷൻ 2 we have qs equal to qn plus എന്താ q v dx. n means എന്താ ഇൻവേർഷൻ ലെയർ ചാർജും മറ്റേത് എന്താ ഡിപ്ലീഷൻ ലെയർ ചാർജ്. അങ്ങനെ രണ്ട് ഇതായിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് ഇൻവേർഷൻ ലെയർ ചാർജും മറ്റൊന്ന് എന്താ ഡിപ്ലീഷൻ ലെയർ ചാർജ്. സോ q naught qd equal to root of 2 epsilon q na into 2πf plus v of x. 2 epsilon q na 2πf plus v of x. ഇതവിടെ ഡിപ്ലീഷൻ ലെയർ ചാർജ്. സോ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇൻ ദിസ് ഡെറിവേഷൻ qd is assumed to independent of v of x. qd equal to എന്ത് വരും? 2 into 4 epsilon q na pi f. ഇക്വേഷൻ b. അപ്പോൾ a ഇൻ ഇക്വേഷൻ 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ b എന്ന് എഴുതാൻ നോക്കാം. അപ്പോൾ ആൾറെഡി ഇത് നിങ്ങൾ ഇത്രയും ഡൗട്ട് അടിക്കേണ്ട. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഡെറിവേഷൻസ്. ആ ഡെറിവേഷനിൽ നിന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ വി ജി ഓഫ് എസ് ഈക്വൽ ടു മൈനസ് ക്യു എൻ എക്സ് പ്ലസ് ക്യു ഡി എക്സ് ബൈ സി ഒ എക്സ് പ്ലസ് എന്താ നമ്മളവിടെ എഴുതിയില്ലേ 2πf പ്ലസ് വി എഫ് ബി പ്ലസ് വി എക്സ്. സോ നമ്മളിവിടെ ക്യു എൻ എക്സിന് മൈനസ് സി ഓഫ് എക്സ് വി ജി എസ് മൈനസ് വി എഫ് മൈനസ് 2πf മൈനസ് വി എഫ് എക്സ് ഇൻറ്റു മൈനസ് ക്യു ഡി എക്സ്. അപ്പം ഇവിടെ വി ജി ഓഫ് എക്സ് മൈനസ് വി എക്സ് മൈനസ് വി എഫ് പ്ലസ് 2πf മൈനസ് ക്യു ഓഫ് എക്സ് ബൈ സി ഓഫ് എക്സ് കപ്പാസിറ്റർ ചാർജ് ബൈ കപ്പാസിറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്യു ഓഫ് എൻ എക്സ് എന്ത് വരും? മൈനസ് സി ഓഫ് എക്സ് വി ജി എസ് മൈനസ് വി എഫ് മൈനസ് 2πf വി ജി എഫ് മൈനസ് ക്യു ഡി എക്സ്. സോ ഇവിടെയും നമുക്ക് എന്ത് വരും? അതുപോലെ ഈ വി ജി എസും വി എക്സും പുറത്ത് തനിച്ചെടുത്തു, വി എഫ് പൈ എഫ് ഇതിന് ഒരുമിച്ചെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ടേം ഇൻറ്റു വി ടി എച്ച് അല്ലേ, മൈനസ് വി ടി എച്ച്. സോ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ലെങ്ത് ഡി എക്സ് അറ്റ് ദ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സോഴ്സ് ഈസ് ഡി ആർ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസ് ഡി ആർ ഈക്വൽ ടു ഡിസ്റ്റൻസ് മൈനസ് ഡി എക്സ് ബൈ ക്യു എൻ ഓഫ് എക്സ് മ്യൂ എൻ. നമ്മൾ അന്ന് നോക്കിയ സെയിം ഇക്വേഷനിൽ തന്നെ ഇവിടെ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇത് നോക്കുകയാണ്. മൈനസ് ഡി എക്സ് ബൈ ക്യൂ ഓഫ് എൻ എക്സ് മ്യൂ ഡബ്ല്യു. സോ അവിടെ എന്ത് ഉപയോഗിക്കും? വിത്തിനെയും എഫക്റ്റ് ഓഫ് ദ സർഫേസ് മൊബിലിറ്റി അല്ലേ. സോ ഡി വി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വേണം? ഡ്രെയിൻ കറണ്ട് ഇൻറ്റു ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസ്. So current through the channel is constant. Voltage drop dVx equal to എന്തൊക്കെ differential resistance dr and differential length dx of channel is given by id into dr. So dv of x equal to minus id into dx by w mu qn of x. Equation 4 നമ്മൾ എടുത്ത് തേർഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓൾറെഡി തേർഡ് അവിടെ എഴുതിയിരുന്നു dvx. സോ dv of x equal to എന്താ id dx ഒമേഗ മ്യൂ qnx നമുക്കറിയാം. അതാണ് cox vgs മൈനസ് vx മൈനസ് vth. സോ ഇതിനെ ക്രോസിൽ എഴുതുകയാണെങ്കിൽ എന്ത് വരും? idx dx equal to ഇതിനങ്ങനെ എഴുതി ഇൻറ്റു dvx. നമുക്ക് എന്തായി? ഇപ്പം ഐ ഡി എക്സ് ഐ ഡി മീൻസ് ഡ്രെയിൻ കറണ്ടിൻ്റെ കാര്യം കിട്ടി. നമ്മൾ അതിന് ഫിഫ്ത്ത് ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് നമ്മൾ പറഞ്ഞു? എക്സ് ഈക്വൽ ടു കണ്ടീഷൻ പിക്ചറിൽ ഓർമ്മ ഉണ്ട്, 0 to L എന്ന് പറഞ്ഞു. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to L ഐ ഡി എസ് ഈക്വൽ ടു നമുക്കവിടെ എന്താ 0 to L ഈക്വൽ ടു വി ഡി എസ് അല്ലേ, വോൾട്ടേജ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വി ജി എസ് മൈനസ് വി എക്സ് മൈനസ് വി ടി എച്ച്. സോ ഇതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വി അപ്ലൈ ചെയ്യുന്നത് വി ജി എസ് മൈനസ് വി ടി എച്ച് വി ഡി എസ് മൈനസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? വി എക്സ്. സോ വി ഡി എസ് സ്ക്വയർ ബൈ 2. വി എക്സ് ഈ ടേമിനെ നമ്മൾ വി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് ബൈ
2 ആവും. Vx by 2 means അതിനെ നമ്മൾ എന്തെന്ന് എഴുതി VDS square minus 2 എന്നിട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് ID എഴുതി അല്ലേ, ID എഴുതി. സോ ID ഈക്വൽ ടു നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓക്കെ ഒരു മിനിറ്റ്, നമ്മൾ ID എഴുതി. ID ഈക്വൽ ടു മ്യൂ CUOX W by L VGS മൈനസ് VTH VDS മൈനസ് VD സ്ക്വയർ ബൈ 2. ഇതാണ് 6th ഇക്വേഷൻ. From saturation region Q1 at drain end becomes 0 when VDS equal to എന്താ വരും, Q1 drain end becomes 0 while VDS equal to VD saturation. അപ്പോൾ VDS എന്ന് പറയുന്നത് VD saturation VGS minus VTH. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു VDS greater than or equal to VD saturation. ഇക്വേഷൻ 6 become നമുക്ക് എന്ത് വരും, 6ൽ എന്ത് എഴുതാം നമുക്കിപ്പോൾ VDS greater than or equal to VDS നമ്മൾ ഓൾറെഡി അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നു, VGS VTH മൈനസ് എന്താ പറഞ്ഞു VDS greater than or equal to VD saturation. അപ്പോൾ VGS മൈനസ് VTH, VDS ഇരിക്കുന്ന സ്ഥാനത്തൊക്കെ എന്താക്കി VGS മൈനസ് VTH എന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് വരും, അപ്പം 2 പുറത്ത് വന്നു, VGS മൈനസ് VTH അല്ലേ, ടോട്ടൽ VGS മൈനസ് VTH the whole square. For linear region VGS greater than VTH VDS less than or equal to VGS minus VTH. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, VGS minus VTH VDS into VDS. ഇത് നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയ ഫോർമുല. സോ അങ്ങനെയാണെങ്കിൽ VGS greater than VTH and VDS less than or equal to VGS minus VTH. ID equal to mu 0. So capacitor acid W by L VGS minus VTH VDS minus VD square V square DS by 2. ഇപ്പം if VG less than VTH means നമുക്ക് ID എന്ന് പറയുന്നത് എന്താ 0, ID കറണ്ട് ഇത്. അപ്പം നമ്മൾ ഗ്രേറ്റർ ദാൻ VG ഗ്രേറ്റർ ദാൻ VTH എന്ന കണ്ടീഷനാണ് ഇത്. സെയിം ടൈം നമ്മൾ ഈ VGS എന്നിട്ട് ലെസ് ദാൻ VTH എന്ന് പറഞ്ഞാൽ ID കറണ്ട് ടോട്ടലായിട്ട് 0. അതെന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കറണ്ട് വന്നിട്ട് VGS വന്നിട്ട് പോസിറ്റീവ്, വൺസ് പോസിറ്റീവിൽ ഫ്ലോ ആകുമ്പോൾ മാത്രമേ കറണ്ട് എന്തായുള്ളൂ ഫ്ലോ ആവുന്നുള്ളൂ, ഇല്ലെങ്കിൽ എന്താവുന്നുണ്ട് അവിടെ 0 കണ്ടീഷൻ അല്ലേ. നമ്മൾ ആ പിക്ചറിൽ നോക്കിയില്ലേ, ദിസ് ഈസ് ദ ഒമിക് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ, ദിസ് ഈസ് ദ സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ കട്ട് ഓഫ് റീജിയൻ. സോ ഒമിക് റീജിയൻ മീൻസ് എന്താ, VG ഗ്രേറ്റർ ദാൻ VS ആണെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ആവും. VG ലെസ് ദാൻ VTH മീൻസ് ID എന്ന് പറയുന്നത് 0 മീൻസ് ഡ്രെയിൻ കറണ്ട് വന്നിട്ട് ടോട്ടലായിട്ട് നമുക്ക് 0 കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇതാണ് ചെറിയ കുറച്ച് ഡിഫിക്കൽട്ടി ആയ ഡെറിവേഷൻസ് ആണ്. നമുക്ക് ഈ ഡെറിവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെറിവേഷൻ നന്നായിട്ട് നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. നമുക്ക് ഡെറിവേഷൻസ് അങ്ങനെ എഴുതി ജസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയൽ കപ്പാസിറ്റർ മാസ് കപ്പാസിറ്റർ, ആ ഡെറിവേഷൻ്റെ കണ്ടിന്യൂറ്റി ഡെറിവേഷനാണ് ഇത്. അപ്പോൾ നമുക്ക് അത് പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അതിനെ പഠിച്ചിട്ട് വേണം ഇത് നോക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.